കമൽ, ഈ പറയുന്ന ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളും ഒക്കെ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് അവിടെ ദുരന്തത്തിനിരയായ മനുഷ്യർ തന്നെയാണ് അല്ലെ? അപ്പോൾ അവരൊക്കെ ഈ വാർത്തകളെ സ്വീകരിക്കുന്നതും അതിനോട് പ്രതികരിക്കുന്നതും ഒക്കെ എങ്ങനെയാണ്? ഒരുപക്ഷെ ശരിയാണ്, ഈ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട പ്രശ്നമുണ്ട്, തങ്ങളിൽ തന്നെ തിരിച്ചറിയപ്പെടാൻ കഴിയാത്ത പോയ മനുഷ്യരെ ഇന്ന് കൂട്ടത്തോടെ സംസ്കരിക്കേണ്ടി വരുന്നത്, കണ്ടു നിൽക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. എന്നിരുന്നാലും അവനവന്റെ ഭാവിയാണ്. അവർ ഈ വാർത്തകളെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? മധു, അവർ ഇത് സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം മധു പറഞ്ഞതുപോലെ ക്യാമ്പിൽ കഴിയുന്ന ആളുകളാണ്. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയട്ടെ. ഈ പുത്തുമലയുടെ അനുഭവം എന്ന് പറയുന്നത് ഈ സംഭവം നടന്ന ഉടൻ വാഗ്ദാനങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരിക്കും. സോഷ്യൽ മീഡിയയിലാണെങ്കിലും വാർത്താ സമ്മേളനങ്ങളാണെങ്കിലും ഈ ദുരന്തഭൂമിയിൽ വന്ന് ക്യാമറകൾ തിരയുന്ന ആളുകളൊക്കെ വാഗ്ദാന പെരുമഴ നടത്താറുണ്ട്. പുത്തുമലയിൽ അത് സംഭവിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. ആദ്യം വന്ന വാഗ്ദാനങ്ങളിൽ എത്ര എണ്ണം നടപ്പായി? നടപ്പായത് മാത്രമല്ല, ഈ വീട് നിർമ്മിച്ച് നൽകും എന്ന് എനിക്ക് തോന്നുന്നു മുൻ കലക്ടർ ഡോക്ടർ അദീല അബ്ദുള്ളക്കൊക്കെ അത് വ്യക്തമായി പറയാൻ കഴിയും. കാരണം ഈ വീട് പണി പൂർത്തിയാക്കാതെ പകുതിക്ക് വെച്ച് എത്ര ലാഗ് ചെയ്യിച്ചു ചില ഇത് വാഗ്ദാനം ചെയ്ത ആളുകൾ എന്നൊക്കെ ആ സമയത്ത് വ്യക്തമായതാണ്. അതുകൊണ്ട് ഈ വാഗ്ദാനങ്ങൾ കൃത്യമായി ആരൊക്കെ ഇത് കൃത്യമായി പാലിക്കും, അതിലൊരു കൃത്യമായ ഒരു സോർട്ടിംഗ് വേണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്. എല്ലാ ഓഫറുകളും അത് കൃത്യമായി അവസാനത്തിൽ എത്തും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. പുത്തുമലയിൽ അത് സംഭവിച്ചതാണ്. നമ്മൾ വീടുകളുടെ ക്വാളിറ്റി മറ്റൊരു പ്രശ്നം. വീട് നിർമ്മിക്കുമെന്ന ഓരോ സംഘടനകൾ ഏറ്റെടുക്കുമ്പോൾ അത് ഒരു ഗവൺമെൻറ് ഇത്ര സ്ക്വയർ ഫീറ്റിൽ വീട് വേണം, ഇന്ന ഡിസൈനിൽ വേണമെന്ന് ഗവൺമെൻറ് ഒരു മാനദണ്ഡം വെച്ചിട്ടുണ്ടായിരുന്നു പുത്തുമലയിലൊക്കെ. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി ഉറപ്പാക്കാനുള്ള സംവിധാനം വേണം. അത് കൃത്യസമയത്ത് പൂർത്തിയാകുന്നു എന്ന സംവിധാനം വേണം. അതുകൊണ്ട് ഈ സ്പോൺസേഴ്സിനെ മൊത്തം ഏകോപിപ്പിച്ച് അവരിൽ ആരെയൊക്കെ വിശ്വാസത്തിലെടുക്കാം, ഈ വാഗ്ദാനങ്ങൾ ആരൊക്കെ പാലിക്കും എന്നൊക്കെ ഉറപ്പാക്കി മാത്രമേ ഇങ്ങനെയൊരു പ്രൊജക്റ്റിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാലും ഒക്കെ ബഹളമാണ്. ഇത്ര വീടുകൾ ഞങ്ങൾ നൽകും, എന്ന കാര്യങ്ങൾ നൽകുമെന്നൊക്കെ. പക്ഷേ അത് കൃത്യമായി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അതിൽ വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്നവരെ വിശ്വാസത്തിലെടുത്ത് കൃത്യമായി ഈ നിർമ്മാണത്തിന്റെ ക്വാളിറ്റി ഉറപ്പാക്കി ഇത്ര സമയം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് ഈ പറയുന്ന സന്നദ്ധ സംഘടനകളൊക്കെ കമൽ ഒരുപക്ഷെ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ആയിരിക്കാം ഈ തുകയൊക്കെ സമാഹരിക്കുന്നത്. പലരും, എല്ലാവരുമല്ല പലരും. പക്ഷെ നമുക്ക് സർക്കാരിനോട് ചോദിക്കുന്നത് പോലെ നാളെ ഇതിനെ കണക്ക് ചോദിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളിത് പൂർത്തിയാക്കി ഇല്ല എന്ന് ചോദിക്കാൻ കഴിയില്ല. അതുകൊണ്ടൊക്കെയാണ് നമ്മളിപ്പോഴും ഇതിന് താഴെ CMDRF-നെ കുറിച്ച്, അതിന്റെ അക്കൗണ്ടിനെ കുറിച്ച്, അതിന്റെ പരാതി പരിഹാര സെല്ലിനെ കുറിച്ച്, അതിൽ വിളിക്കേണ്ട നമ്പറൊക്കെ നമ്മൾ ആധികാരികമായി എഴുതി കാണിക്കുന്നത്. നാളെ നമുക്ക് ചോദിക്കാം അല്ലെ കമൽ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പണം ചെലവഴിക്കാത്തത് എന്ന്? അത് കൃത്യമായി ചോദിക്കാൻ കഴിയണം മാധു. കാരണം ഈ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് കൃത്യമായും ഉറപ്പാക്കേണ്ടതുണ്ട്. അത് കൃത്യമായൊരു പാറ്റേണിൽ സർക്കാർ വെക്കുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. മറ്റൊന്ന് ഞാൻ പറയാൻ വന്നത് ടെമ്പററി ഷെൽട്ടറിനെ കുറിച്ചാണ്. കാരണം ഇപ്പോൾ താമസിക്കുന്ന സ്കൂളുകളിൽ എത്ര കാലം താമസിക്കാൻ കഴിയും? ആ സ്കൂളുകൾ തുറക്കേണ്ടതുണ്ട്. കഴിഞ്ഞ തവണ ചെയ്തത് വാടക വീടുകൾ കണ്ടെത്തി അതിൻ്റെ വാടക പഞ്ചായത്ത് കൊടുക്കുക എന്നുള്ളതാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ പല കാര്യങ്ങളും ഈ ദുരന്തമുഖത്ത് അവരാണ് ചെയ്യേണ്ടത്. അവർക്ക് നേരത്തെ തന്നെ കൃത്യമായ ഫണ്ട് സർക്കാർ നൽകേണ്ട ഫണ്ട് പോലും, നമ്മൾ എപ്പോഴും പറയുന്നത് കേന്ദ്ര ഫണ്ട് സംസ്ഥാനത്തിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് എത്രത്തോളം അവർക്ക് ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാനുള്ള പണമുണ്ട് എന്നത് ആലോചിക്കേണ്ടതാണ്. കമ്മ്യൂണിറ്റി കിച്ചൺ അവർ നടത്തണം. അതുപോലെ ഈ വീടുകൾക്ക്, ഈ താമസിക്കുന്ന വീടുകളുടെ വാടക നൽകുക എന്നൊക്കെ മേപ്പാടി പോലൊരു പഞ്ചായത്തിന് ഒരുപക്ഷെ അത് നടത്താൻ കഴിയില്ല. മാത്രമല്ല ഇപ്പോഴത്തെ ഈ ഒരു 3-4 മാസം ആളുകൾക്ക് വാടക നൽകും. അത് കഴിഞ്ഞ് എങ്ങനെ മുന്നോട്ട് പോകും? പഞ്ചായത്തിൻ്റെ കയ്യിൽ ഫണ്ട് ഉണ്ടാകില്ല. ഈ ടൗൺഷിപ്പ് അല്ലെങ്കിൽ ഈ പുനരധിവാസ പദ്ധതി പൂർത്തിയാകുന്നത് വരെ ആളുകൾ എങ്ങനെ ജീവിക്കുമെന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനം വേണം. എനിക്ക് തോന്നുന്നു ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയോ അല്ലെങ്കിൽ ഈ സ്പോൺസർഷിപ്പോ ഉപയോഗിച്ച് ആദ്യം ചെയ്യേണ്ടത് ക്വാളിറ്റിയുള്ള ഒരു ടെമ്പററി ഷെൽട്ടർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഒരിക്കലും പിന്നീട് നമുക്ക് അതൊരു ബാധ്യതയാവില്ല. കാരണം എന്തായാലും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകും, ആളുകൾക്ക് താമസിക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ മുന്നറിയിപ്പ് നൽകിയ ആളുകളോട് മാറാൻ പറയുമ്പോൾ എന്തുകൊണ്ട് ആളുകൾ അതിന് മടിക്കുന്നു? അടുത്തുള്ള LP സ്കൂളിലെ ബെഞ്ചിലേക്കാണ് നിങ്ങൾ പോയി കിടക്കാൻ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആളുകൾ അതിന് മടിക്കും. അപ്പോൾ കൃത്യമായ ഒരു ടെമ്പററി ഷെൽട്ടർ, ആവശ്യമായ വാഷ്റൂം സൗകര്യം ഉൾപ്പെടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമായി താമസിക്കുന്ന ഒരു ക്വാളിറ്റിയുള്ള വൃത്തിയുള്ള ഒരു ടെമ്പററി ഷെൽട്ടർ സൗകര്യം ഉണ്ടെങ്കിൽ ആളുകൾ ഇത്തരത്തിൽ മുന്നറിയിപ്പ് വരുമ്പോൾ മാറി താമസിക്കാൻ തയ്യാറാകും.
അത് നമ്മൾ ഇതിന് മുന്നോടിയായി ഒരുക്കുന്നത് ഒരു തരത്തിലും അത് നമുക്കൊരു അത് അധിക ബാധ്യതയാകില്ല എന്നുള്ളത് അതിന്റെ ആവശ്യം എത്രത്തോളം എന്നുകൂടിയാണ് പറഞ്ഞു വെക്കുന്നത്.